ഈസി ടേസ്റ്റി കുക്കിങ്ങിലേക്ക് സ്വാഗതം. പരിപ്പ് കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായി ആദ്യം തന്നെ പരിപ്പ് വേവിക്കാനായി ഒരു പാത്രം ഗ്യാസിൽ വെക്കാം. ഞാനിപ്പോൾ കുക്കറാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1/2 കപ്പ് കഴുകി വൃത്തിയാക്കിയ തുവരപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ 2 പച്ചമുളക് നെടുകെ കീറിയത്, 3-4 ചുവന്നുള്ളി നീളത്തിൽ അരിഞ്ഞതും കൂടി ഇതിനോട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് വേകാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഏകദേശം 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് കുക്കർ അടച്ചു വെച്ച് നല്ലതുപോലെ ഈ പരിപ്പ് വേവിച്ചെടുക്കാം. ഇത് 2 വിസിലടിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് വെന്ത് വരും, കാരണം കുക്കറിലായതുകൊണ്ട്. ഇപ്പോൾ ഈ പരിപ്പ് വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. ഇനി പ്രഷർ പോയതിന് ശേഷം ഇത് തുറക്കാം. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായ ഒരു അരപ്പ് തയ്യാറാക്കാം. അതിനായി ആദ്യം തന്നെ മിക്സിയുടെ ഒരു ജാർ എടുത്തു. അതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരവിയത് ഇട്ട് കൊടുത്തു. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 ചുവന്നുള്ളിയും 2 അല്ലി വെളുത്തുള്ളിയും ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകവും, അതായത് ചെറിയ ജീരകം, അതും കൂടി ചേർത്ത് ആവശ്യമുള്ള വെള്ളം കൂടി ചേർത്ത് നല്ലതുപോലെ അരച്ചെടുക്കാം. കുറച്ച് വെള്ളം ചേർത്താൽ മതി. അപ്പോൾ ഇത് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പിലേക്ക് ചേർക്കാം. കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഇനി ഇത് തുറന്ന് നോക്കാം. ഇപ്പോൾ പരിപ്പ് നല്ലതുപോലെ വെന്തിട്ടുണ്ട്. കുറച്ച് നല്ലപോലെ വേകുമ്പോഴാണ് ഈ പരിപ്പ് കറിക്ക് നല്ല ടേസ്റ്റ് വരിക. ഇപ്പോൾ നല്ലതുപോലെ വെന്ത് നല്ല ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഇച്ചിരിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ആയ ശേഷം ഏകദേശം ഒരു 3 തൊട്ട് 5 മിനിറ്റ് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഈ മസാലയുടെ പച്ച മണവും ടേസ്റ്റും ഒക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇത് ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ട്. നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങ് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 3 തൊട്ട് 5 മിനിറ്റ് വരെ ഒന്ന് തിളപ്പിച്ചാൽ മതി. ഇനി ഇതിലേക്ക് കടുക് താളിച്ചൊഴിക്കാം. അതിനായി ഒരു പാത്രം ഞാൻ ഗ്യാസിലേക്ക് വെച്ചു. ഒരു ചീനച്ചട്ടി, അത് നന്നായിട്ട് ചൂടായി വന്നപ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഇനി എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു ചുവന്നുള്ളി വട്ടത്തിൽ അരിഞ്ഞത്, ഒരു തണ്ട് കറിവേപ്പില, 2 വറ്റൽമുളക്, ഇതും കൂടി ചേർത്ത് ഈ ഉള്ളി ഒന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ കടുകൊക്കെ പൊട്ടി ഉള്ളി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് പരിപ്പിൻ്റെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ കറി താളിക്കുന്ന സമയത്ത് വെളിച്ചെണ്ണയ്ക്ക് പകരം നെയ്യ് ചേർത്ത് കൊടുത്താലും നല്ല ടേസ്റ്റാണ്. പരിപ്പ് നെയ്യും കൂടി ചേരുമ്പോൾ അത് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത ശേഷം ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, പരിപ്പ് കറി തയ്യാറായി. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പ്ലീസ്. താങ്ക്